2024-2025 ഫിനാൻഷ്യലിലേക്കുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഫോമുകൾ 2 ഫോമുകൾ പുറത്തിറക്കി. ITR 1-ഉം ITR 4-ഉം. അതിന്റെ യൂട്ടിലിറ്റി കഴിഞ്ഞ ആഴ്ചയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയത്. ITR 1 എന്ന് പറയുന്നത് സാലറി റിട്ടേൺ ആണ്. സാലറി ഉള്ളവർക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഫോമാണ്. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാന്ന് വെച്ചാൽ റെസിഡന്റ് ഇന്ത്യൻ ആയിരിക്കണം. അതായത് നോൺ റെസിഡന്റ് ഇന്ത്യൻസിന് ഈ ഫോം ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, അതായത് റെന്റൽ ഇൻകം ഉണ്ടെങ്കിൽ, ഒരു പ്രോപ്പർട്ടിയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 1,25,000 രൂപ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ഈ ഫോം ഉപയോഗിക്കാൻ പാടില്ല. 1,25,000 രൂപ നമുക്ക് എക്സംഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 1,25,000 ആണ്. അതിൽ നിന്ന് എക്സം ചെയ്ത് കഴിയുമ്പോൾ അവസാനം ടാക്സ് ഉണ്ടാവില്ലല്ലോ. അടുത്തെന്ന് പറയുക അഗ്രികൾച്ചർ ഇൻകമാണ്. നെറ്റ് അഗ്രികൾച്ചർ ഇൻകം 5,000 രൂപ കൂടുതലുണ്ടെങ്കിലും ഈ ഫോം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതർ സോഴ്സ് ഇൻകം ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം. അതായത് ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം അങ്ങനെയുള്ളവർക്കെല്ലാം ഉപയോഗിക്കാം. നമുക്കറിയാമല്ലോ, സാധാരണ TDS റിട്ടേൺ ഫയൽ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 31 ആണ്. അതിനുശേഷമാണ് നമ്മുടെ പാനിൽ 26 AS അല്ലെങ്കിൽ AS ക്രെഡിറ്റ് കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ വർഷം നമ്മുടെ സാധാരണ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 34 റിട്ടേൺ ഫയൽ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സാലറിക്കാർക്കൊക്കെ, ടാക്സ് ഓഡിറ്റില്ലാത്ത ആൾക്കാർക്ക്. പക്ഷേ ആ ഡേറ്റ് ഇപ്പോൾ നീട്ടിയതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ജൂലൈ 34 സെപ്റ്റംബർ 15 നീട്ടിയിരിക്കുകയാണ്. അതിന് കാരണം എന്ന് ചോദിച്ചാൽ ഈ സോഫ്റ്റ്വെയറിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി അല്പം സമയമെടുക്കും. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് റിട്ടേൺ ഫയലണമെന്നില്ല. ഒരു ജൂൺ 15 ശേഷം ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് 26 AS ക്രെഡിറ്റ് വരും. എല്ലാ ഇൻകം കാണാൻ പറ്റും. ഇല്ല, പല കേസുകളിൽ എന്താണെന്ന് വെച്ചാൽ ഇൻകം റിപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഇൻകം അതിന് ശേഷം വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്ത് പിന്നെ ഇൻകം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും എടുത്ത് റിവൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സമയമുള്ളതുകൊണ്ട് അതുകൂടെ നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂലൈ 30 സെപ്റ്റംബർ 15 എങ്കിലും എല്ലാ ഇൻകം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ഉറപ്പാക്കിയിട്ട് ചെയ്യുക.